എനിക്ക് ഒരു ഫോറിനറിനെ കല്യാണം കഴിക്കണം എന്നുണ്ട് കേട്ടോ. എന്റെ ഒരു നെഗറ്റീവ്, എന്റെ ഒരു പോസിറ്റീവും പറ. ഫസ്റ്റ് നെഗറ്റീവ് അതൊന്നല്ല, മുസ്ലിം വീടായതുകൊണ്ട് എന്റെ അമ്മ അവിടെ ഒതുങ്ങിയാണ് പോയി. ക്യാമ്പിന് വിടൂല. അല്ല ചെറുപ്പത്തിൽ പച്ച പാവയായിരുന്നു. ഉമ്മാന്റെ മരുമകളെ പറ്റിയുള്ള എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? നല്ലൊരു കുട്ടിയായ മതി. നല്ല ഒരു നായര് കുട്ടി അങ്ങനെയല്ല, ആദ്യമൊക്കെ ഞങ്ങളിത് മതി. നല്ലൊരു മുല്ലപ്പൂവും തുളസിക്കാത്തൊരു പൊട്ടൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലൊക്കെ പോണ ഒരു കുട്ടി. അങ്ങനെ വേണ്ടാന്ന് നിർബന്ധം പിടിക്കാൻ പറ്റൂല, കാലം മാറിയതല്ലേ. അതെ, പിന്നെ അങ്ങനെ ഒരു കുട്ടിയാണെങ്കിലും ഞാൻ സ്വീകരിക്കും, കുഴപ്പമൊന്നുമില്ല. കാരണം ഷെഡിയുടെ ഓളും ഷെഡി പൊടി കിട്ടുന്ന അങ്ങനെ ഉണ്ടാവും. ഞാൻ നിങ്ങളെ കൂടെ ഷെഡിയിട്ട് വരാം. പോന്നോ നിസ്കരിച്ചൂല അല്ലേ? ഇങ്ങളെ പോലെ ഉമ്മാന്റെ ഹസ്ബൻഡ് PT ഹസീനക്ക് പറയാനുള്ളത്. PT ഹസീനോട് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഉത്തരവുമായി PT ഹസീന തിരക്കുകളുടെ ഇടയിൽ പണിയൊക്കെ ഒരുക്കി വേഗം വന്നിക്കാണ്. ഇനി എന്തൊക്കെ പണിയില്ലേ, പോയിട്ട് തീർക്കാല്ലേ? അപ്പൊ വേഗം ഉത്തരം നൽകിയിട്ട് വേഗം പോണതാണ്. ചോട്ടി അങ്ങോട്ട് മറിച്ചിടാത്. ഷാമോൻ എങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വിനയമുള്ള സ്വഭാവമാണോ അതോ വീട്ടിലെങ്ങനാ? എൻ്റെ പേര് ജഹാന, എൻ്റെ നെയിം ഒന്ന് വിളിക്കോണ്ടേ. കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടി തന്നെയാണ്. പക്ഷെ ചിലപ്പോ പറഞ്ഞാൽ കേൾക്കൂല, ചിലപ്പോ ഇടക്ക് ഓരോ മൂഡാണ്. A thing Shamon did that made you happy and proud. Also anything that made you disappoint. എനിക്കൊന്നും അറിയില്ല. അതായത് ഞാൻ ചെയ്തതിൽ ഉമ്മാക്ക് സന്തോഷം തോന്നിയ കാര്യം എന്താ? ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയൊരു കാര്യം. കുഴപ്പമൊന്നുമില്ല. എന്താ പൈസ ഒക്കെ കിട്ടിയാൽ കൃത്യമായിട്ട് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ തരും. ഒക്കെ നല്ലൊരു ഹാപ്പി, ഒരു മനസ്സിലൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ പൈസ കൊണ്ട് വല്ലാതെ ദൂർത്തില്ല. പക്ഷെ എന്നാൽ ട്രിപ്പ് പോകണം, രാജ്യങ്ങൾ കാണണം, അങ്ങനെയൊക്കെ. എന്നാലും ഉമ്മാക്കും ഉപ്പാക്കും തരേണ്ടതൊക്കെ തരും. പിന്നെ പ്രൗഡായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ? ഷാമോനെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് തോന്നി. ഞങ്ങള് അത് സന്തോഷാട്ടോ മണാലിക്ക് പോയത്. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഒരു വിമാനത്തിലൊക്കെ പോകും എന്നൊക്കെ. പിന്നെ വിമാനത്തിൽ കൊണ്ടുപോയി, പിന്നെ ഞങ്ങൾ മണാലി പോയി. ഇതൊക്കെ അഖിലിന്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊന്ന് മണാലിക്കൊന്നും എത്തു. സത്യമായിട്ട് അല്ലട്ടോ, എന്റെ ഉമ്മാന്റെ ഉള്ള കാലത്ത് എന്റെ ഉപ്പ എന്നെ എല്ലായിടത്തും ഇപ്പൊ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. സിനിമക്കും ആള് ഭയങ്കര ജോളി ടൈപ്പ് ആയിരുന്നു. എല്ലാത്തിനും എന്നെ ഫസ്റ്റ് സിനിമ കൊണ്ടുപോയത് എന്റെ ഉമ്മാന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പയാണ്. സർക്കാർ ദാതൊക്കെ അല്ലേ. 2 വർഷം കൂടുമ്പോ വരുമ്പോ അങ്ങനെ നടക്കും, എല്ലായിടത്തും കൂടി പോകും. മെയിൻ ആയിട്ട് സിനിമക്ക് പോകും. ഇറങ്ങണ സിനിമകൾ മമ്മി ഇപ്പം പോയി തിയേറ്ററിൽ പോയിട്ട് കാണും. ആ സിനിമ പ്രാന്താ ഞങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കണത്. സിനിമകൾ കാണും, അതുപോലെ ട്രിപ്പ് കൊണ്ടുപോകും എല്ലായിടത്തും. ഉള്ള കാലത്ത്, അന്നത്തെ കാലത്ത് തന്നെ എത്രയോ 10-30 കൊല്ലം മുന്നേ തന്നെ നല്ല നല്ല ഹോട്ടലിൽ, ഇപ്പോഴല്ലേ ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കണത്. അന്നൊക്കെ എപ്പോഴും വീട്ടിൽ തന്നെ അല്ലേ കാര്യം. പക്ഷെ എന്നാലും അന്നും ഇടയ്ക്കൊക്കെ നല്ല വലിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഫുഡ് വാങ്ങിത്തരും. പിന്നെ സിനിമക്ക് കൊണ്ടുപോകും, സർക്കസിന് കൊണ്ടുപോകും, എക്സിബിഷന് കൊണ്ടുപോകും, ട്രിപ്പ് പോവും. അങ്ങനെ ഭയങ്കര മക്കളെയും പിന്നെ ഭാര്യൻ്റെ സന്തോഷമാണ് എൻ്റെ ഉപ്പാക്ക് എന്നും. ആ ഉപ്പപ്പാനെ കണ്ട് പഠിക്കണം ഇന്നത്തെ പല ഉപ്പമാരും. കാരണം ഇപ്പൊ വെച്ചാല് കുറെ ആൾക്കാരൊക്കെ ഭയങ്കര ടോക്സിക് ആണ്. അതായത് അവരവരുടെ ഇഷ്ടങ്ങളും അവരവരുടെ ഇതും, അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറത്ത്. അതിൽ നിന്ന് എൻ്റെ ഉപ്പ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിരുന്നു അല്ലേ? ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ആരാണ്? യേശുദാസും. ചിത്രന്റെ ഒരു പാട്ടോട്. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്ന് ചിണുങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണി തത്തയുറങ്ങിയില്ലേ, പിന്നെയും പിന്നെയും
പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ അങ്ങനെല്ലാം ഉണ്ടാക്കന്നെ. ഇതുണ്ടോ എന്ത് പറഞ്ഞാലും ഇവനൊരു യൂട്യൂബർ ആയിരുന്നില്ലെങ്കിൽ ഉമ്മാക്ക് ഷാമോൻ ബൈ പ്രൊഫഷണൽ ആരാവാനായിരുന്നു ആഗ്രഹം? അവനവന് പഠിച്ച അവന്റെ ഫീൽഡ് തന്നെ തുടർന്നു കൊണ്ടിരിക്കാൻ ഒരു ചെറുപ്പത്തിൽ ഞാൻ കുട്ടിയാകുമ്പോ ഉമ്മാക്ക് ഇന്നെ വലുതായിട്ട് ആരാക്കണം എന്നായിരുന്നു ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. ഡോക്ടറും അങ്ങനത്തെ ഒന്നും വലിയ വലിയ മോഹങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാലും ചെറിയൊരു ജോലി പഠിച്ചും കൊണ്ടില്ല, ഒരു വിദ്യാഭ്യാസമായിട്ടില്ല. നിങ്ങൾക്ക് ചെലവിന് എന്ന് സാലറി കിട്ടുന്ന ഒരു ജോലി, അങ്ങനെ ഒരു ജോലി അത്രയല്ലേ ഉള്ളൂ? അത് ചെലവിന് ഇപ്പോഴും തരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ജോലി ശരി, ജോലി കിട്ടിയാൽ മതി. എന്റെ ഉമ്മാക്ക് അങ്ങനെ ആണെന്നൊന്നുമില്ല. ജോലി, ഒരു ശമ്പളം, ഒരു ജോലി ഉണ്ടായാൽ മതി അല്ലേ? ഇവനെ കയറൂരി വിട്ടതാണോ? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓന് ഇപ്പോഴും ഓന്റെ കടിഞ്ഞാണിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ കയറൂരിട്ട് വിട്ടിട്ടൊന്നുമില്ല. എനിക്കൊരു അറിഞ്ഞാണുണ്ടായത് ഉമ്മാൻ്റെത്. കണക്റ്റഡാണ്. ഉമ്മ ഷാമോന്റെ ബർത്ത് സ്റ്റോറി ഷോർട്ടാക്കി പറയുവോ? 9 മാസം വയറ്റിലിട്ട് നടന്നു. 9ാം മാസത്തിൽ പ്രസവിച്ചു. ചെറിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഷോർട്ടാക്കി പറഞ്ഞു. സിമ്പിൾ. റമീഷ റമി, ഇവൻ ചെറുപ്പത്തിലെ മഹാപോക്കിരി ആയിരുന്നോ? ഞാൻ ചെറുപ്പത്തിൽ പച്ച പാവയായിരുന്നു. വിരല് വയലിട്ടാലും കടിക്കൂല, എവിടെ ഇട്ടാലും കടിക്കൂല. ഞാൻ ഇൻട്രോവേർട്ട് ചെറുപ്പത്തില്. സത്യം പറഞ്ഞ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ സൈലന്റ് ആയിരുന്നു. പിന്നെ +1 +2 ഒക്കെ ആയപ്പോഴാണ് ഇങ്ങനെ വയലന്റ് ആവാൻ തുടങ്ങിയത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് വയലന്റ് ആവാൻ തുടങ്ങിയത്. അതുവരെ ഇവന് വീട്ടിലുണ്ട് തന്നെ തോന്നൂല. ഉമ്മാന്റെ മരുമകളെ പറ്റിയുള്ള എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? നല്ലൊരു കുട്ടിയായ മതി. നല്ല ഒരു നായര് കുട്ടി അങ്ങനെയല്ല, ജാതിയൊക്കെ ഞങ്ങളത് മതി. നല്ലൊരു മുല്ലപ്പൂവും തുളസിക്കാത്തൊരു പൊട്ടൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലൊക്കെ പോണ ഒരു കുട്ടി. അങ്ങനെ വേണ്ടാന്ന് നിർബന്ധം പിടിക്കാൻ പറ്റൂല, കാലം മാറിയതല്ലേ. അതെ, അങ്ങനെ ഒരു കുട്ടിയാണെങ്കിലും ഞാൻ സ്വീകരിക്കും, കുഴപ്പമൊന്നുമില്ല. കണ്ടാണ് എന്റെ ഉമ്മ ഗ്രീൻ ഫ്ലാഗ് ആണ്. എനിക്ക് ഒരു ഫോറിനറിനെ കല്യാണം കഴിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ഉമ്മാനോട് പറഞ്ഞ സമയത്ത് ഉമ്മ പറഞ്ഞ എന്താ വെച്ചാല് തട്ടറെണ്ണം നിസ്കരിച്ചു വേണമെന്ന്. അങ്ങനത്തെ ഒരു ഫോറിനറിന് തപ്പേണ്ടി വരും. എനിക്ക് അങ്ങനത്തെ അല്ല, എനിക്ക് ബിക്കിനി ഒക്കെ ഇടുന്ന ഫോറിനറിനെ വേണ്ടേ. ഡിക്കിയിലിടല്ല, ഷെഡിയും ബോഡിയൊക്കെ ഇട്ടിട്ട് എന്റെ ഒപ്പം ട്രിപ്പൊക്കെ വരുമ്പോ അങ്ങനെ നടക്കാം. ഞാനും ഷെഡ് ഇടുവോളും ഷെഡിയും ബോഡിയൊക്കെ ഇട്ട് നടക്കാം. അങ്ങനെ ഉണ്ടാവും. യജമാണെങ്കിൽ വന്നോ, അതിനോട് വരണ്ടാന്നും പാടില്ല. ഞങ്ങള് പോന്നോ. ഉമ്മ റേഡിയോ കേൾക്കാറുണ്ട് എന്ന് നീ പറഞ്ഞിരുന്നില്ലേ? മഞ്ചേരി കേൾക്കാറുണ്ടോ, വിളിക്കാറുണ്ടോ? FM മഞ്ചേരിയോ? ഇല്ല, എനിക്ക് ഞാന് എൻ്റെ തൃശ്ശൂർ പഴയ മോഡല് റേഡിയോനല്ലേ, FM റേഡിയോ ഞാൻ കേൾക്കലില്ല. മാംഗോ അതൊന്നും കേൾക്കലില്ല. ഞാൻ പഴയ ആളാണ്. എന്താ കോഴിക്കോട് 30 വർഷമായി, 35 വർഷമായി ഞാൻ റേഡിയോ കേൾക്കല്. ഉമ്മാക്ക് എന്റെ ചെറുപ്പം മുതലേ ഉമ്മാന്റെ കയ്യില് റേഡിയോ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പോണ സമയത്തും ഓരോ പാട്ടുകൾ കേട്ടിട്ടാണ് രാവിലെ എണീക്കുമ്പോൾ പാട്ടുണ്ടാവും. പിന്നെ റേഡിയോയിലെ ന്യൂസ്, റേഡിയോയിലെ സിനിമ, അതൊക്കെ കേട്ട് വളർന്നുകൊണ്ട് പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഓരോ നൊസ്റ്റാൾജിക് മൊമെന്റ്സാ. ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഓരോ ഓർമ്മകളാ. 15 വയസ്സായി. ഞാൻ 14ാമത്തെ വയസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് KP ഉദയഭാനുവിന്റെ വ്യാഴാഴ്ച ഒരു ഇതുണ്ടാകും, ഈ 2 വരി ഇങ്ങനെ പഠിക്കാൻ. അന്ന് ഞാൻ സ്കൂളിൽ പോവില്ല, അത് പഠിക്കാനായിട്ടിരിക്കും ഒരു പുസ്തകം വെച്ചിട്ട്. എന്നിട്ട് ആ പാട്ടുകൾ ഇങ്ങനെ പഠിക്കും. അന്ന് തൊട്ടേ ഉള്ളതാണ് റേഡിയോ. ഇപ്പൊ 5 റേഡിയോ ഉപ്പ വാങ്ങി തന്നു. ഇപ്പൊ 3 റേഡിയോ അഖിൽ മേടിച്ചു തന്നു. ഞങ്ങളുടെ നാട്ടില് റേഡിയോ ഉള്ള 2 ആൾക്കാരും, ഒന്ന് എന്റെ അമ്മയും ഒന്ന് ആ പീഡിയതൊക്കെ ആക്കിയാണ്. ഉമ്മ പണ്ട് മുതലേ കൂളാണോ അതോ മകൻ കൂളായപ്പോൾ കൂളായതാണോ? ഉമ്മ കൂൾ വെക്കാറുണ്ട്. പറ, പണ്ട് മുതലേ കൂളാണോ അതോ ഇപ്പൊ കൂളായതാണോ? ഞാനെന്നും പാവാണ്. വയല് വിരലിട്ടാ കടിച്ചൂല. ലാവിന് കേക്ക് റേഡിയോ. ഷ്യാമിന്റെ നെഗറ്റീവ് ആൻഡ് 1 പോസിറ്റീവ്. ഇന്റെ ഒരു നെഗറ്റീവ്, ഇന്റെ ഒരു പോസിറ്റീവും പറ. ഫസ്റ്റ് നെഗറ്റീവ്, നിസ്കരിച്ചൂല.
അല്ലേ? എനിക്കൊരു എന്താ എന്റെ മനസ്സിലൊരു ആഗ്രഹമാണ് ഓനൊന്ന് ശരിയാക്കി എടുക്കണം. നിസ്കാരം ഒന്ന് ഞാൻ ഫ്രണ്ട്സുകളോടും കൂടി ഇങ്ങനെ താക്കീത് പറയുന്നു ഓനൊന്ന് നിസ്കരിപ്പിക്കണം. വെള്ളിയാഴ്ച നിസ്കരിക്കും. ഫ്രണ്ട്സുകൾ ആരും നിസ്കരിച്ചൂല. കള്ളന്റെ കയ്യിലാണ് ഇപ്പൊ താക്കോൽ ഏൽപ്പിക്കണത്. കള്ളന്മാരുടെ കയ്യില് ഒറ്റ നിസ്കരിച്ചില്ല. വെള്ളിയാഴ്ച മാത്രം വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കും. അല്ല ഇനിയിപ്പോ നോമ്പിനൊക്കെ തട്ടിക്കൊട്ടി പൊടി തട്ടി ഒന്നെടുത്ത് നിസ്കരിക്കാൻ തുടങ്ങിയ നോമ്പ് 29 മാസം കണ്ട അതോടുകൂടി അത് ക്ലോസ് ആയി. പിന്നെ അടുത്ത റമദാനോട് നിസ്കരിക്കുക. അതൊന്ന് ശരിയാക്കി എടുക്കണം. അതാണ് നെഗറ്റീവ്. പോസിറ്റീവ് പറ. പോസിറ്റീവ് നല്ല കുട്ടിയാണ് ഓന്. എന്താ ഇപ്പൊ അങ്ങനെ കൂടുതൽ എന്താ ജാടല്ല, അഹങ്കാരമല്ല, പിന്നെ അങ്ങനെ പൊട്ടിത്തെറിച്ച് മാതിരില്ല. ചെറുത് അങ്ങനല്ല, സൈലന്റ് ആണ്. ചെറുത് വൈലന്റ്. ചെറുത് ഇനി ഒന്നും കൂടി ബനക്കാലൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കും. ഒന്ന് വലിയ ആളായി മാറും. ഇപ്പൊ തന്നെ കണ്ടോ ഒറ്റക്ക് പോയിക്കുന്നു ബിസ്മിക്ക് സ്കൂളിട്ട് വന്നേക്കന്നെ 150 രൂപ കടം വാങ്ങി പോയിക്കുന്നു. അഷിത എന്നൊരു കുട്ടി മെസ്സേജ് കാണേ, ഉമ്മ ഷാമോനെ എനിക്ക് കെട്ടിച്ചേരുമോ? ഷാമോൻ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉമ്മാനോട് വന്ന് പറയലുണ്ടോ? റിലേറ്റീവ്സോ നെയ്ബേഴ്സോ ആരെങ്കിലും ഇങ്ങനെ മോനെന്താ എങ്ങനെയാന്നൊക്കെ അങ്ങനെ ആരെങ്കിലും പറയലുണ്ടോ? ഇങ്ങളെ പോലെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അത് ചെയ്യോ? എന്റെ കസിൻസിനെയൊക്കെ ഞാൻ കാണുന്നത് എന്റെ പെങ്ങന്മാരെ പോലെ തന്നെ. അതിനൊന്നും കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ലല്ലോ. ആ സാധനം ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഉമ്മാന്റെ ഹസ്ബൻഡ് മുപ്പരത്തെ വീഡിയോയിലൊന്നും വരാത്ത ചെറുപ്പത്തിൽ ആരാവണം എന്നായിരുന്നു ഉമ്മച്ചിയുടെ ആഗ്രഹം. കുട്ടിയാകുമ്പോ ഉമ്മാക്ക് വലുതാവണം എന്നായിരുന്നു ആഗ്രഹം. ക്യാമ്പിന് വിടൂല. ഇവിടെ പെണ്ണുങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെയാ പോവും. ഞാൻ മാത്രം ക്യാമ്പിന് പറഞ്ഞേക്കൂല. അങ്ങനെയൊക്കെ വയസ്സെനിക്ക്